ആ ബില്ലിൻ്റെ കാര്യമൊന്നും പെട്ടെന്ന് ശരിയാക്കി എത്ര മാസമായി വർക്ക് വൃത്തിക്ക് തീർത്തന്നില്ല സാറേ. ഞാൻ അവിടെ നിന്നൊക്കെ തിരുമറി ചെയ്തിട്ടില്ല ചെയ്യുന്നത്. എല്ലാവരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലേക്ക് വരെ വന്നോളൂ. എനിക്ക് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി സാറേ. ഹലോ 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 ചേട്ടാ, ടൗണിലേക്കുള്ള ബസ് പോയാ? ഇല്ല മോളെ, ബസ് പോയിട്ടില്ല. ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. എങ്ങനെ ചോദിച്ചായിരുന്ന കുട്ടിയെ? കാശുള്ളപ്പോ കാറിൽ മാത്രല്ല സഞ്ചരിച്ചിരുന്നേ. നീ നെല്ലം തൊട്ടൊക്കെ നടക്കട്ടെ. വെള്ളം. ഞാനെന്നാ ഒരു ജോലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവരെന്നോട് നാളെ തൊട്ട് ചെല്ലാൻ പറഞ്ഞു. അത് ഞാൻ 100 വട്ടം പറഞ്ഞു നിന്നോട് എവിടേക്കും പോകണ്ടെന്ന്. ഇതൊക്കെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ തന്നെ ചെയ്തോളാം കേട്ടാ. ഈ കാര്യം പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാനൊന്ന് പോയി നോക്കട്ടെ 2 ദിവസം. പിന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പിന്നെ എന്നോട് ചോദിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഞാനെന്തായാലും പോയി നോക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിച്ചു. നീ എന്തേലും ചെയ്യും. അല്ലെങ്കിൽ ജീവിതം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി കുടിച്ചു നശിക്കാനാണ് നിങ്ങളുടെ ഭാവം. ഓ, ജോലിക്ക് പോകാൻ തുടങ്ങിയത് നീ എന്നെ ഭരിക്കാൻ വന്നു തുടങ്ങിയില്ലേ? നാട്ടിൽ മൊത്തം പറയാൻ തുടങ്ങി ഞാൻ നിന്നെ ജോലിക്ക് വിട്ടിട്ട് ജീവിക്കണത്. നിങ്ങൾ എന്തിനാ നാട്ടുകാർ പറയുന്നതൊക്കെ കേൾക്കണത്? ഇത്ര നാൾ നിങ്ങൾ എന്നെ നന്നായിട്ടല്ല നോക്കിയത്. ഇപ്പൊ ബിസിനസ് ഇത്തിരി താഴേക്ക് പോയപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണേയില്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓ എടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞല്ലേ പോണ്ടെന്ന്. അപ്പം മറ്റുള്ള മുഖത്ത് നോക്കാൻ വയ്യ. കടക്കാരാണെങ്കിൽ വേറെ സൈഡിൽ. അതേ, ഒന്നും ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇല്ലാത്ത പോലെ ജീവിക്കും. ഇനി അതല്ല, ഒന്നിനും പറ്റില്ലെങ്കിൽ തൂങ്ങിച്ചാവും. അത്ര തന്നെ. നമ്മളിപ്പോ മരിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ബിസിനസ് ഒന്ന് താഴേക്ക് പോയി, അതെപ്പോ വേണമെങ്കിൽ കയറി വരാം. ഇനി അഥവാ വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? നോക്കാം, നമുക്ക് രണ്ടുപേർക്കും നല്ല ആരോഗ്യമുണ്ട്. നന്നായി ജീവിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് താഴേക്ക് പോകുമ്പോൾ പറഞ്ഞു ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും. വെറുതെ എന്തിനാ നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നത്? നമുക്കെല്ലാം ഉണ്ടാക്കാം. ചെറിയ ചെറിയ ഈഗോ ഒക്കെ മാറ്റി വെച്ചാൽ മതി. പിന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇതൊന്നും വേണ്ട. ഉഷാറായിട്ടിരിക്കും. എടി, ഞാൻ പെട്ടെന്ന് എനിക്ക് അറിയില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. എത്ര കാശ് എനിക്ക് കിട്ടുള്ളൂ. അതിപ്പോൾ ബില്ലൊന്നും പാസ്സായി കിട്ടുന്നില്ല. എന്നാൽ കടം മേടിച്ചവരൊക്കെ തന്ന് ചോദിച്ചു തുടങ്ങി. ഞാൻ എല്ലാം കൂടി ആയപ്പോൾ ആകും എൻ്റെ അങ്ങോട്ട് തകർന്നു പോയി. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? ഇനി നിങ്ങളെ കൊണ്ട് പറ്റും. ഒന്ന് ഉഷാറായിട്ടിരുന്നാൽ മതി. നീ ഇങ്ങനെ എന്നും കൂടെ ഉണ്ടായാൽ മതി.